നമ്മുടെ ഇലക്ട്രിസിറ്റി താരിഫിന്റെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പീക്ക് മാസങ്ങളിൽ, അതായത് ജനുവരി മുതൽ മാർച്ച് വരെ അല്ലെങ്കിൽ ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ നമ്മുടെ പീക്ക് മാസങ്ങളെന്ന് വരും. അതിനൊരു പ്രത്യേക താരിഫ് എന്ന രീതിയിലാണ് റെഗുലേറ്ററി കമ്മീഷന് വൈദ്യുത വകുപ്പ് ഒരു നിവേദനം കൊടുത്തിരിക്കുന്നത്. പ്രത്യേക താരിഫ്. അപ്പോൾ രണ്ടു തരം താരിഫ് നിർണ്ണയിക്കാനുള്ള ഒരു നിവേദനമാണ് റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ജലദൗർലഭ്യം കൊടുത്ത മാസങ്ങളിലും ഇതുപോലുള്ള ഒരു തീരുമാനം ഒരു കരാർ നടപ്പിലായാൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള മാസങ്ങളിൽ ഒരു പ്രത്യേക താരിഫ് എന്ന് നിർണ്ണയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ സമരം ചെയ്യാൻ നമുക്ക് ഇവിടെ അവകാശമില്ല. അതുപോലെ കോടിക്കണക്കിന് ആസ്തിയുള്ള ഈ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസും മറ്റു കാര്യങ്ങളും അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സംഭവം കൂടി ഉണ്ടാകും. അപ്പോൾ തീർത്തും ഒരു സ്വകാര്യ കൊള്ളക്ക് അനുവദിക്കാൻ നമ്മളെ പോലുള്ള സംഘടന അനുവദിക്കരുത് എന്നാണ് ഈ അവസരത്തിൽ നമ്മുടെ ബഹുജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനിയായ പ്രൊഫസർ പി കെ രവീന്ദ്രൻ സാറാണ്. രവീന്ദ്രൻ സാറ് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ മഹാരാജ് കോളേജിലെ മുൻ പ്രൊഫസറായിരുന്നു. വളരെ സാമൂഹ്യ മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇതുപോലുള്ള അനീതിക്കെതിരെ ശക്തിപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രൊഫസർ രവീന്ദ്രൻ സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ആദ്യം സൂചിപ്പിച്ചു ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ഇന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ADB പദ്ധതി മറവിൽ കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കരുത് എന്ന ആവശ്യവുമായി പല രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നായകന്മാരടക്കം നഗരപ്രദേശങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട് കുറെ അധികം ഇടപെടലുകൾ നടത്തുന്നു. നല്ല കാര്യമാണത്. നഗരങ്ങൾ പൊതുവെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൻ്റെതായ പ്രശ്നമുണ്ട്. വല്ലാതെ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ അഖിലേന്ത്യാ തലത്തിലുള്ള നഗരവൽക്കരണത്തിന്റെ ഏതാണ്ട് ഇരട്ടിയാണ് കേരളത്തിൽ. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ 47% പ്രദേശം നഗരമാണ്. ഇന്ത്യയിൽ അത് 23%. ഗ്ലോബൽ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളം. നമ്മുടെ ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗുകാർ അന്ന് ഉണ്ടാക്കിയ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് 2021 സെൻസസിൽ അത് നടന്നില്ല, 25 നടക്കാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട്. കേരളത്തിലെ മൊത്തം നഗരവൽക്കരണം 63% ആവുന്നവരുമാണ്. ഇതേ റേറ്റിൽ പോയാൽ 2031 സെൻസസ് വരുമ്പോഴേക്ക് അത് 92% ആവുന്നു. അപ്പോൾ കേരളത്തിൽ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ ഭാഗം ശബരിമലയ്ക്കുള്ള പ്രദേശമല്ല. ഇപ്പൊ എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാ കണക്കുകളായിട്ട് നോക്കിയാലും സെൻസസുകാരെ കണക്കുകളൊക്കെ വെച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ 60%-ലേറെ നഗരങ്ങളാണ്. മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ടൗണാണ്. ഞാൻ എന്തിനാ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം കൊച്ചി നഗരത്തിൽ ഒതുങ്ങാൻ പോകുന്നില്ല എന്ന് പറയാം. കേരളത്തിലെ അർബനൈസേഷനൊക്കെ വെച്ചിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയ ഒരു സാധനമുണ്ട്. കേരളത്തെ മൊത്തം 7 അർബൻ അഗ്ലോമറേഷൻസ് ആയിട്ട് ഒരു മുഖ്യ നഗരവും അതിന് ചുറ്റുമുള്ള ചെറു നഗരങ്ങളും അതിനിടയ്ക്ക് വരുന്ന പഞ്ചായത്തുകളും. അങ്ങനെ ഇപ്പോ 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ അർബൻ അഗ്ലോമറേഷൻ വെള്ളം എത്തും. അപ്പൊ അതെപ്പോഴും നല്ല കാര്യം. പിന്നെ ഗുണമേന്മയുള്ള വെള്ളം ആശുവിടെ സൂചിപ്പിച്ചു പോകുന്നുണ്ട്. ഗുണമേന്മയുള്ള വെള്ളം കിട്ടും. കൺസ്യൂമർ സർവീസ് കിട്ടണം. നമുക്ക് ആവശ്യമായ ബില്ലിംഗ് സംവിധാനങ്ങൾ ഒരുക്കണം. നിങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കണം. നമ്മുടെ അസറ്റുകൾ അവർ കൃത്യമായി മാനേജ് ചെയ്യും. അസറ്റ് മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കും. അതുപോലെ ആനുവൽ മെയിൻ്റനൻസ് പ്ലാൻ തയ്യാറാക്കും. അതിന് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്ലാൻ തയ്യാറാക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ ആകർഷണീയമായ കുറച്ച് ക്യാപ്ഷനുകളാണ്. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇതേ ക്യാപ്ഷനാണ് ഈ ലോകത്തെമ്പാടും അവർ ഇറക്കിയിരിക്കുന്നത്. ആ ക്യാപ്ഷൻ ഒരു മാറ്റവുമില്ല. പിന്നെ മാഷ് ഇവിടെ പറഞ്ഞ ജലനഷ്ടത്തിലേക്ക് കൂടിയേ വരാം. ഈ പ്രോജക്റ്റിൽ അവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 51% ജലനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. വ്യക്തമായ ഒരു ശാസ്ത്രീയ അടിസ്ഥാനമൊന്നുമില്ലാതെ
അവർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഒരു അസംഷനാണ് ഈ 51%. അപ്പൊ നമ്മൾ വിചാരിക്കുക 51% അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട്, അവരുടെ പരിചയം കൊണ്ട് ലോകോത്തരമായ കമ്പനി കണ്ടെത്തിയതാണ് എന്ന് തോന്നും. പക്ഷേ ഇതേ ജലനഷ്ടമാണ് കോയമ്പത്തൂർ അവർ പ്ലാൻ ചെയ്തപ്പോഴും ഉണ്ടായത്. ഇതേ ജലനഷ്ടമാണ് ഹൈദരാബാദിൽ അവർ ചെയ്തപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇതേ ജലനഷ്ടമാണ് പൂരിയിൽ അവർ ചെയ്തപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? നമ്മൾ ഡൽഹിയിലും ബാംഗ്ലൂരും കൊച്ചിയിലും എല്ലാം ഒരേ രീതിയിൽ ജലനഷ്ടം ഉണ്ടാവും. അതിന് ഒരു കണക്കിനെങ്കിലും മാറണ്ടേ? ഇനി രണ്ടാമത്തെ കാര്യം, ഇനി ഇവരെല്ലാം കുറയ്ക്കുമെന്ന് അവകാശപ്പെടുന്നത് എവിടെയാണ്? 20% കുറയ്ക്കുമെന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എല്ലാ പ്രോജക്റ്റും ആദ്യമായി ഡൽഹിയിലും ഹൈദരാബാദിലുമാണ് ഈ പ്രോജക്റ്റ്, ബാംഗ്ലൂരുമാണ് നടപ്പിലാക്കിയത്. അവിടെയും 20% താഴെ ജലനഷ്ടം കൊണ്ടുവരുന്നു ഒരു പ്രോജക്റ്റ് വന്നിട്ട്. അപ്പൊ എന്താണ് ഇതെന്ന് പറയുന്നത്? അവർ കൃത്യമായി ഈ ഒരു വലിയ അതിശയോക്തി കലർത്തുന്ന ഒരു ഫിഗർ നമ്മുടെ മുന്നിലേക്ക് വെച്ചിട്ട് നമ്മളെ തന്നെ തോന്നിപ്പിക്കുവാണ് അവർ വരണം, കണ്ടെത്തണം എന്നുള്ള കാര്യത്തിൽ. ഇനി ഈ 51% ജലനഷ്ടം തന്നെ രണ്ട് രീതിയിലാണ്. മാഷിയോട് സൂചിപ്പിച്ചു, പൈപ്പ് പൊട്ടി പോകുന്നതാവാം, അതാണ് നമ്മുടെ റിയൽ ലോസ് ആയിട്ട് എടുക്കുക. ഇനി നമ്മൾ കാണാതെ പോകുന്നുണ്ടാവും, തെഫ്റ്റ് ആയിട്ട് പോകുന്നത്. മാഷിയോട് സൂചിപ്പിച്ചു, ആ തെഫ്റ്റ് ആയിട്ട് പോകുന്നത് കാണാം. പിന്നെ നമ്മുടെ മീറ്ററുകളും മറ്റുള്ള ലീക്കുകളിലൂടെ പോകുന്നത്. അപ്പൊ ഈ മീറ്ററിന്റെ പേരിൽ പറഞ്ഞിട്ട് അവരെന്താണ് ഇവിടുത്തെ 1,46,000 കൺസ്യൂമേഴ്സിന്റെ മീറ്ററുകൾ മാറ്റിവെക്കുമെന്നാണ് പറയുന്നത്. ആ 1,46,000 മീറ്ററുകൾ ഒന്ന് മാറ്റി വെക്കുമ്പോൾ തന്നെ ആ കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കും. അതിൽ നിന്ന് നമ്മുടെ ലീക്കുകൾ ഉണ്ടെങ്കിൽ ആ ലീക്കുകൾ അറസ്റ്റ് ചെയ്തിട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതല്ല അവർ പറയുന്നത് അത് മൊത്തം മാറ്റി വെക്കണം. ഇനി പ്രോജക്റ്റിനകത്തോട്ട് വീണ്ടും കിടക്കുകയാണെങ്കിൽ എങ്ങനെ ജലനഷ്ടം കുറയ്ക്കും? ഇവര് പറയുന്നത് ശരിയാണോ എന്ന് കൂടി നമ്മളൊന്ന് ചിന്തിക്കൂ. അതായത് കൊച്ചിയിൽ ആകെ 543 കിലോമീറ്റർ പൈപ്പ് ലൈൻ ആണ് ഉള്ളത്. അതിൽ നമ്മൾ മാറ്റുന്നത് 743 കിലോമീറ്റർ ആണ് ഈ പ്രൊപ്പോസലിൽ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയ ഇവര് ലോണിൽ വെക്കുന്ന തുക അതുകൂടി അറിയാം. ലോണിൽ വെച്ചിരുന്ന തുക 743 കോടിയാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ 798.13 കോടി വന്നു. ഇവര് കോട്ട് ചെയ്ത് അവസാനം റേറ്റ് കുറച്ച് വെച്ചിരിക്കുന്ന 23% എബോയിൽ വെച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് നമ്മുടെ 900 സംതിങ് തുകയിലേക്ക് വന്നു നിൽക്കുകയാണ്. അപ്പൊ 968.18 തുകയിലേക്ക് വന്നപ്പം ഇതിൽ തന്നെ 184 കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക. പ്രതിഷേധ ധർണ സിന്ദാബാദ്. പ്രതിഷേധ ധർണ സിന്ദാബാദ്. ജലമാഫിയെ വാഴ്ത്തുന്ന കലാപകാരികളെ ഒറ്റപ്പെടുത്തുക. ജലമാഫിയെ വാഴ്ത്തുന്ന കലാപകാരികളെ ഒറ്റപ്പെടുത്തുക. വെള്ളം സർവത്ര. അതുപോലെ സുരേഷ് കെ എന്ന് പറയുന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റിയുടെ, അദ്ദേഹം ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹി കൂടിയാണ്. അദ്ദേഹം വളരെ ദീർഘമായി തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം, ഈ സമരത്തിൽ ഇറങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ പ്രതിപാദിച്ചു. ഈ സമരം ശക്തമായി തന്നെ പോകേണ്ടതിന്റെ ആവശ്യകത കൂടി നമ്മളെ ഉദ്ബോധിപ്പിച്ചു. അദ്ദേഹത്തിന് ഏവർക്കും വേണ്ടി, ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ സംയുക്ത സമരസമിതിയുടെ ജനറൽ കൺവീനർ, അവര് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാവ് കൂടിയാണ്, സാംസ്കാരിക പ്രവർത്തകയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. അവരുടെ അനുഭവങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ വൈപ്പിൻകരയിൽ അനുഭവിച്ചു വന്ന വെള്ളത്തിന്റെ ക്ഷാമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്തു. ലോകത്ത് 3% മാത്രമേ ശുദ്ധജലമുള്ളൂ, 97% കുടിവെള്ളമല്ല എന്ന് മനസ്സിലാക്കുക. ശുദ്ധജലത്തിൽ 3%, ലോകത്തിലെ 1000 കോടി ജനങ്ങളും ഈ 3% വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ വരുന്ന ഈ കുടിവെള്ളത്തിന്റെ സ്രോതസ്സുകൾ ദിനംപ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുടിവെള്ളത്തിന്റെ വിതരണം പൊതുമേഖലയിൽ തന്നെ തുടർന്നാൽ മാത്രമേ നമുക്ക് ഈ സ്വാഗത പ്രാസംഗികം പറഞ്ഞ പോലെ ഒരു ക്ഷാമം വന്ന കാലഘട്ടത്തില് നമ്മുടെ ടാങ്കർ ലോറികളിൽ കുടിവെള്ളം സൗജന്യമായി എത്തിക്കുന്ന ആ രീതി തുടരാൻ പറ്റുകയുള്ളൂ. നമുക്കറിയില്ല, കുടിവെള്ളം സ്വകാര്യവൽക്കരിച്ചാൽ
ഭാവിയിൽ എന്തെല്ലാം വരുമെന്ന് നമുക്ക് പ്രവചിക്കാനേ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സ്വകാര്യവൽക്കരണത്തെ അനുവദിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിൽ തന്നെ നമ്മൾ ശക്തമായി തന്നെ സമരം വ്യാപിപ്പിച്ച് തന്നെ കൊണ്ടുപോകണം. വിവിധ മേഖലാ കമ്മിറ്റികൾ ആ കേന്ദ്രങ്ങളിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്തണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് സ്വാഗതം പറഞ്ഞ നമ്മുടെ അഖിലേന്ത്യാ നേതാവും നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ ജനറൽ സെക്രട്ടറിയും ആയ ശ്രീ അജിത് കുമാറിനടക്കം ഇവിടെ പങ്കെടുത്ത ഓരോ നേതാക്കളെയും ഞാൻ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല. ജില്ലാ ഭാരവാഹികൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ ഭാരവാഹികൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ, വനിതാ നേതാക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.